വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു മത്തി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. മത്തി വെച്ചിട്ട് ഒരു പീരുണ്ടാക്കാം. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചെറിയ കുഞ്ഞമത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് പീരുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. വലിയ മത്തി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ മത്തി വെച്ചിട്ട് എങ്ങനെയാണ് പീരുണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മീൻ പീരയ്ക്ക് വേണ്ട അരപ്പ്, ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളികളും ഉണ്ട് അതിൽ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്. കുറച്ച് എരിവുള്ള, അത്ര വലിയ എരിവില്ലാത്ത കാരണം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 5-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയാൽ മതി, മുരിച്ചെടുക്കണ്ട. അതിനോട് കൂടെ തന്നെ നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് ഒതുക്കിയെടുക്കാൻ. ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. നല്ലോണം അതേപോലെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പില ഇപ്പം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. മീനിടുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി കുറച്ച് നമ്മൾ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു കളറൊക്കെ കിട്ടും. പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഈ മസാലയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമ്മളതൊന്ന് പരത്തി വെച്ചിട്ട് അതിലേക്കൊന്ന് മീനിട്ട് കൊടുക്കാം. കുറച്ച് ചെറിയൊരു വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട്, വളംപുളിയാണ്, അത് പിഴിഞ്ഞത് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു പുളി രസം വേണ്ട അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ മീൻ പീരയും ഒക്കെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ പൊത്തിയിട്ട് വെച്ച് കൊടുക്കാം. പതുക്കെ ഇളക്കുക, മീൻ പൊട്ടാതെ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ആ മീനിലേക്കും ഒക്കെ പാകത്തിനുള്ള ഉപ്പ്. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് മത്തി വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമ്മളതൊന്ന് ഇതേപോലെ ഒന്ന് പതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ആ മത്തിയൊക്കെ ഒന്ന് വേവണം. എല്ലാം കൂടി ഒരുമിച്ചാണ് മത്തിയിൽ ഒതുക്കിയിട്ടുള്ള നാളികേരവും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ഒന്നിച്ചാണ് നമ്മളിത് ഇടുക. പക്ഷേ ഞാനൊന്ന് ഈ രീതിക്കൊന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂട്ടോ. ഈ രീതിയിൽ ഇതേപോലെ ആ ഉള്ളിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. ഒന്ന്
പതുക്കെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്നും കൂടി പൊത്തി വെച്ച് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തു. ഇനി പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. മത്തി കിട്ടിയാൽ എല്ലാ മീനും കൊണ്ടും നമുക്ക് പീര ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.